ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഫൈലം കോഡേറ്റയെ പറ്റിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സസിലായിട്ട് എല്ലാ നോൺ കോഡേറ്റ്സ് ഫൈലത്തെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയുടെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ ബീങ്സ് ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇനി ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈലം കോഡേറ്റയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരു നോട്ടോ കോഡ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ഉണ്ടായിരിക്കും. ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്, പിന്നെ പെയേർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഇത്രയും സ്ട്രക്ചേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഫൈലം കോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നോട്ടോ കോഡ് എന്താണ്? നോട്ടോ കോഡ് എന്ന് പറയുന്നത് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ കോഡേറ്റയിലെ എല്ലാ മെമ്പേഴ്സിനും ഈ നോട്ടോ കോഡ് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്. ഡോഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ രണ്ട് സൈഡുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വെൻട്രൽ സൈഡും ഡോഴ്സൽ സൈഡും. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് പോർഷനാണ് ഡോഴ്സൽ. നമ്മുടെ ഫേസും അങ്ങനെയുള്ള ഫേസ് വരുന്ന ആ ഒരു പാർട്ടിനെയാണ് വെൻട്രൽ എന്ന് പറയുന്നത്. ഇനി ക്യാറ്റ്, ഡോഗ് ഇവരുടെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ആ മുകളിൽ വരുന്ന പുറം ഭാഗമാണ് ഡോഴ്സൽ എന്ന് പറയുന്നത്. താഴെയായിട്ടുള്ളതാണ് വെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം കോഡേറ്റയിലെ എല്ലാ മെമ്പേഴ്സിനും ഡോഴ്സൽ ആസ്പെക്റ്റിൽ ഒരു ഹോളോ നെർവ് കോഡ് ഉണ്ട്. ഹോളോ നെർവ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നെർവ് കോഡ് ഉണ്ട്, അതിൻ്റെ അകം പൊള്ളയാണ്. അകം പൊള്ളയായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഹോളോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. നമ്മുടെ എംബ്രിയോണിക് ലൈഫിലൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പെയേർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സും കോഡേറ്റയിലെ മെമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. കോഡേറ്റയിലെ മെമ്പേഴ്സ് സിമട്രി എങ്ങനെയാണ്? ഇവർ ബൈലാറ്ററലി സിമട്രിക്കലാണ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ തന്നെ എടുത്താൽ നമുക്ക് എങ്ങനെ അറിയാം? നമുക്കൊരു ഹെഡുണ്ട്, പിന്നെ രണ്ട് ഹാൻഡ്സ് ഉണ്ട്, പിന്നെന്താണുള്ളത്? ഇതുപോലെ രണ്ട് ലെഗ്സും ഉണ്ട്. അപ്പം നമുക്കറിയാം നമ്മളിങ്ങനെ നടുക്കൂടെ ഈ ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമാണ് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത അൺഈക്വൽ ഹാഫ്സാണ് കിട്ടുന്നത്. സോ ഒറ്റൊരു പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ബൈലാറ്ററലി ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഹാഫ്സ് കിട്ടുന്നത്. അതുകൊണ്ട് ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 3 ജേം ലെയേഴ്സിൽ നിന്നാണ്. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് ഈ എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സിനെല്ലാം മീസോഡേം കൊണ്ട് ലൈൻ ചെയ്യുന്ന ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. അതിനെ ലൈൻ ചെയ്യുന്നത് മീസോഡേമാണ്. അതുകൊണ്ട് അവരെ നമുക്ക് സീലോമേറ്റ് ആനിമൽസ് എന്ന് വിളിക്കാം. ഇനി ഓരോ ഫങ്ഷനും, അതായത് റെസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, ഡൈജഷൻ, ഇങ്ങനെയുള്ള ഓരോ ഫങ്ഷനും ചെയ്യാനായിട്ട് ഓരോ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി കോഡേറ്റയിലെ മെമ്പേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് പോസ്റ്റ് ഏനൽ ടെയിലുണ്ട്, അതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും ഉണ്ട്. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ചെറിയ ഒരു തള്ളൽ പോലെ ഉണ്ട്. അത് ഈ പോസ്റ്റ് ഏനൽ ടെയിലിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതുപോലെ ആനിമൽസിലായാലും എന്താണ്, പോസ്റ്റ് ഏനൽ ടെയിലുണ്ട്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം? അതായത് ബ്ലഡ് ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും മാത്രമായിട്ടാണ് ഒതുങ്ങി നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ബോഡിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കും. എല്ലാ സെൽസും ടിഷ്യൂസും അതിൽ ബാത്ത് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് കാണിക്കുന്നത്. ഇനി ഫൈലം കോഡേറ്റയിലെ മെമ്പേഴ്സിനെ തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 സബ് ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണത്? യൂറോ കോഡേറ്റ, സെഫലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ. 3 സബ് ഫൈലം. ഫൈലം കോഡേറ്റയുടെ 3 സബ് ഫൈലംസ് ആണ് യൂറോ കോഡേറ്റ, സെഫലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. യൂറോ കോഡേറ്റയെ നമുക്ക് ട്യൂണിക്കേറ്റ എന്നും പറയാം. യൂറോ കോഡേറ്റയുടെ മറ്റൊരു പേരാണ് ട്യൂണിക്കേറ്റ.
ഇനി ഈ ആദ്യത്തെ 2 സബ് ഫൈലങ്ങൾ യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും ഇതിലെ മെമ്പേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് നമുക്ക് പ്രോട്ടോ കോഡേറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രോട്ടോ കോഡേറ്റ്സ് എന്ന് പറയുന്നത് യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും കൂടി ചേരുന്നതാണ് പ്രോട്ടോ കോഡേറ്റ്സ്. മൂന്നാമത്തെ സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ്സ്. പ്രോട്ടോ കോഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈനാണ്, അതായത് മറൈൻ ഹാബിറ്റാറ്റ്സിൽ മാത്രമാണ് പ്രോട്ടോ കോഡേറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. യൂറോ കോഡേറ്റയിൽ നോട്ടോ കോഡ് നമുക്ക് ലാർവൽ ടെയിലിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതായത് ഫൈലം കോഡേറ്റയിലെ എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ട്? നോട്ടോ കോഡുണ്ട്. ഇനി സബ് ഫൈലം യൂറോ കോഡേറ്റ എടുത്താൽ ലാർവയുടെ ടെയിലിൽ മാത്രമാണ് നമുക്ക് ഈ നോട്ടോ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ലാർവ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഓർഗാനിസത്തിൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു ലാർവൽ ഫോമിൽ നിന്നാണ് പിന്നീട് അത് അഡൾട്ടായിട്ട് മാറുന്നത്. ഈ ലാർവയും അഡൾട്ടും തമ്മിൽ കാണാൻ യാതൊരു മോർഫോളജിക്കൽ സിമിലാരിറ്റിയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ലാർവയുടെ ടെയിലിൽ മാത്രമാണ് നോട്ടോ കോഡ് കാണാൻ പറ്റുന്നത് യൂറോ കോഡേറ്റ്സിൻ്റെ കേസിൽ. എന്നാൽ സെഫലോ കോഡേറ്റ് എടുത്താലോ നമുക്ക് ഇവരുടെ എൻറ്റയർ ലൈഫിൽ നോട്ടോ കോഡ് കാണാൻ പറ്റും. അതായത് അവരുടെ ജീവിതകാലം മുഴുവൻ, അവർ ജനിക്കുമ്പോൾ മുതൽ അവർ ഡെഡ് ആവുന്നത് വരെ അവരിൽ എന്തുണ്ട്? നോട്ടോ കോഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവർക്ക് ഹെഡ് മുതൽ ടെയിൽ വരെയുള്ള റീജിയണിലായിട്ട് ആണ് നോട്ടോ കോഡ് കാണാൻ കഴിയുന്നത്. യൂറോ കോഡേറ്റയുടെ ലാർവയുടെ ടെയിലിൽ മാത്രമാണ് കണ്ടത്, പക്ഷെ ഇവിടെ ഹെഡ് മുതൽ ടെയിൽ വരെയുള്ള പാർട്ടിൽ നോട്ടോ കോഡ് ഉണ്ട്. അതുപോലെ ത്രൂ ഔട്ട് ലൈഫിലും ഈ നോട്ടോ കോഡ് പേഴ്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവരുടെ എക്സാമ്പിൾസ് നോക്കാം. യൂറോ കോഡേറ്റയിലെ മെമ്പേഴ്സാണ് ആസിഡിയ, സാൽപ്പ, ഡോളിയോലം എന്നിവയൊക്കെ. സെഫലോ കോഡേറ്റയിൽ വരുന്നതാണ് ബ്രാക്കിയോസ്റ്റോമ. അതിൻ്റെ മറ്റ് പേരുകളാണ് ആംഫിയോക്സസ് അല്ലെങ്കിൽ ലാൻസിലെറ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്തത് സബ് ഫൈലം വെർട്ടിബ്രേറ്റ്. സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത ഇവരുടെ എംബ്രിയോണിക് പീരീഡിൽ മാത്രമാണ് നോട്ടോ കോഡ് കാണാൻ പറ്റുന്നത്. നോട്ടോ കോഡ് ഉള്ളതുകൊണ്ട് ഇവർ കോഡേറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എല്ലാ വെർട്ടിബ്രേറ്റയിലെ മെമ്പേഴ്സും കോഡേറ്റ്സ് ആണ്. കാരണം ഇവർക്ക് എന്താണ്? എംബ്രിയോണിക് പീരീഡിൽ നോട്ടോ കോഡ് ഉണ്ട്. പക്ഷേ ഈ നോട്ടോ കോഡിൻ്റെ പ്രത്യേകത എന്താ? എംബ്രിയോണിക് ലൈഫ് കഴിഞ്ഞു, അതിനുശേഷം ബർത്ത് തൊട്ട് എന്താണ്? ഇവർക്ക് നോട്ടോ കോഡ് അല്ലുള്ളത്. നോട്ടോ കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതായത് നോട്ടോ കോഡ് അല്ല പിന്നീടുള്ളത്. ഒന്നുകിൽ ഒരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളമായിരിക്കും. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ എന്താണ്? ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളമാണ്, അതായത് എല്ലുകൊണ്ടുള്ള വെർട്ടിബ്രൽ കോളം, നട്ടെല്ല്. ഇനി കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളവും ചില ഓർഗാനിസത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്താണ് കാർട്ടിലേജ്? നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തും ചെവിയിലും ഒക്കെ ഉള്ള അതാണ് കാർട്ടിലേജ്. അതായത് ഇതിനെ നമുക്ക് കുറച്ച് വളയ്ക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ബോണിന് നമുക്കങ്ങനെ സാധിക്കുമോ? ഇല്ല. പക്ഷേ കാർട്ടിലേജ് എന്താണ്? കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, നമുക്കതിനെ ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ എംബ്രിയോണിക് പീരീഡിൽ കാണുന്ന നോട്ടോ കോഡ് അഡൾട്ടായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. കോഡേറ്റയിൽ യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും വെർട്ടിബ്രൽ കോളം ഇല്ല, അതുകൊണ്ട് അവർ വെർട്ടിബ്രേറ്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. പക്ഷേ വെർട്ടിബ്രേറ്റയിലുള്ള എല്ലാവർക്കും നോട്ടോ കോഡ് ഉണ്ട്, അതുകൊണ്ട് അവരെ കോഡേറ്റ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. ഇനി സബ് ഫൈലം വെർട്ടിബ്രേറ്റയിലെ മെമ്പേഴ്സിന് ഒരു വെൻട്രൽ മസ്കുലർ ഹാർട്ട് ഉണ്ട്. ഹ്യൂമൻസിൻ്റെ കേസിലെ പോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ് ഹാർട്ട് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഫേസ് ഒക്കെ വരുന്ന ആ ഒരു സൈഡിലാണ് ഹാർട്ട് ഇരിക്കുന്നത്. അതുപോലെ ഹാർട്ട് എങ്ങനെയാണ്? മസിൽസ് കൊണ്ടാണ്, അല്ലെങ്കിൽ മയോകാർഡിയം കൊണ്ടാണ് ഹാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മസ്കുലർ ഹാർട്ടാണ് ഉള്ളത്. ഇനി ഈ ഹാർട്ടിന് 2 3 അല്ലെങ്കിൽ 4 ചേമ്പേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഹ്യൂമൻസിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. മറ്റ് ഓർഗാനിസത്തിന് ചിലർക്ക് 2 ചിലർക്ക് 3 മറ്റ് ചിലർക്ക് 4 ചേമ്പേഴ്സ് ഉണ്ട്. എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും വേണ്ടിയിട്ട് കിഡ്നീസ് ഉണ്ട്. അതുകൂടാതെ പേയേഡ് അപ്പൻഡേജസ് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ലാറ്ററൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എന്തുണ്ട്? ചില അപ്പൻഡേജസ് ഉണ്ട്. അത് ഒന്നുകിൽ ലിംസ് ആകാം അല്ലെങ്കിൽ ഫിൻസ് ആകാം. ലിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ. പെയ്യേഡാണ്, കാരണം 2 കൈയും 2 കാലുമാണ് ഉള്ളത്.
പിന്നെ ഫിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷസിൻ്റെയൊക്കെ സൈഡിൽ കാണപ്പെടുന്നതാണ്. ഇത് ഈ പിക്ചറിൽ ഈ സൈഡിൽ കാണപ്പെടുന്ന ഇതിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്. അത് ഫിൻസായിട്ടോ ലിംസായിട്ടോ ആണ് കാണപ്പെടുന്നത്. ഇനി കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസസുകൾ. കോഡേറ്റ്സിന് നോട്ടോകോഡ് ഉണ്ട്, പക്ഷെ നോൺ കോഡേറ്റ്സിന് നോട്ടോകോഡ് ഇല്ല. അപ്പോൾ എന്താണ് നോൺ കോഡേറ്റ്സ്? കോഡേറ്റയിൽ ഇല്ലാത്ത ബാക്കി എല്ലാ ഫൈലങ്ങളെയും നോൺ കോഡേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഫൈലം പോരിഫെറ മുതൽ ഫൈലം ഹെമികോഡേറ്റ വരെയുള്ള ആൾക്കാർ നോൺ കോഡേറ്റ്സ് ആണ്. നോൺ കോഡേറ്റ്സിന് നോട്ടോകോഡ് ഇല്ല, കോഡേറ്റ്സിന് നോട്ടോകോഡ് ഉണ്ട്. കോഡേറ്റ്സിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യവസ്ഥ അതെങ്ങനെയുള്ളതാണ്? ഡോഴ്സൽ ഹോളോ ആൻഡ് സിംഗിൾ ആണ്. ഡോഴ്സൽ സൈഡിലാണുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞു പൊള്ളയായിട്ടുള്ള, അകം പൊള്ളയായിട്ടുള്ള സ്ട്രക്ചറാണ്, അതുകൊണ്ട് അത് ഹോളോയാണ്. അതുപോലെ ഒരൊറ്റ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഉള്ളത്. പക്ഷെ നോൺ കോഡേറ്റ്സിനോ അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ സൈഡിലാണുള്ളത്. അതുപോലെ സോളിഡ് ആണ്, ഡബിളും ആണ്. കോഡേറ്റ്സിൻ്റെ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ പെർഫുറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സിൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. നോൺ കോഡേറ്റ്സിന് ഗിൽ സ്ലിറ്റ്സ് ഇല്ല. കോഡേറ്റ്സിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ വെൻട്രൽ സൈഡിലാണ്. നോൺ കോഡേറ്റ്സിന് ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോഴ്സൽ സൈഡിലായിരിക്കും. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത് കോഡേറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോൺ കോഡേറ്റ്സിന് അതില്ല. ഇത്രയാണ് ഫൈലം കോഡേറ്റയെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു നോട്ടോകോഡ് കാണും, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് കാണും, അതുപോലെ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, ഒരു പോസ്റ്റ് ഏനൽ ടെയിലും ഉണ്ട്. ഇവർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്പിളോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, അതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും കാണിക്കുന്നുണ്ട്. ഇനി ഇവരെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെഫലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പോൾ യൂറോ കോഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലാർവ ടെയിലിൽ മാത്രമാണ് നോട്ടോകോഡ് കാണപ്പെടുന്നത്. ലാർവയുടെ ടെയിലിൽ മാത്രം. അഡൾട്ട് ആകുമ്പോഴേക്ക് നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസും ഉണ്ട്. സെഫലോ കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ലൈഫിൽ ത്രൂ ഔട്ട് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ ഹെഡ് ടു ടെയിൽ റീജിയണിൽ നോട്ടോകോഡ് ഉണ്ടായിരിക്കും. വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ വെർട്ടിബ്രേറ്റയുടെ എംബ്രിയോണിക് പീരീഡിൽ മാത്രമാണ് നോട്ടോകോഡ് ഉള്ളത്. അവർ അഡൾട്ടായിട്ട് മാറുമ്പോൾ ഈ നോട്ടോകോഡിനെ കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇവർക്ക് എന്തുണ്ട്? പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്. അതൊന്നെങ്കിൽ ഫിൻസ് ആയിട്ടോ അല്ലെങ്കിൽ ലിംസ് ആയിട്ടോ ആണ് കാണപ്പെടുന്നത്. പിന്നെ കിഡ്നീസ് ഉണ്ട്, അതുപോലെ വെൻട്രൽ മസ്കുലർ ഹാർട്ട് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും കൂടെ ചേർത്ത് നമുക്ക് പ്രോട്ടോ കോഡേറ്റ്സ് എന്ന് പറയാൻ പറ്റും. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. കോഡേറ്റ്സിൻ്റെ ഡിഫൈനിങ് ഫീച്ചർ നോട്ടോകോഡാണ്. ഇത്രയാണ് ഫൈലം കോഡേറ്റയെ പറ്റിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓൾ കോഡേറ്റ്സ്? എല്ലാ കോഡേറ്റ്സിനും കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണ്? വെൻട്രൽ നെർവ് കോഡ് അല്ല, ഡോഴ്സൽ ഹോളോ നെർവ് കോഡാണ് കോഡേറ്റ്സിനുള്ളത്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അതുമല്ല, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് ഉള്ളത്. നോട്ടോകോഡ് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് എംബ്രിയോണിക് ലൈഫ്, ഇതാണ് കറക്റ്റ്. എംബ്രിയോണിക് ലൈഫിലെങ്കിലും നമുക്ക് നോട്ടോകോഡ് കാണാൻ പറ്റും. അവരുടെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൽ നമുക്ക് നോട്ടോകോഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നോട്ടോകോഡ് പേഴ്സസ് ത്രൂ ഔട്ട് ലൈഫിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് സബ് ഫൈലത്തിലാണ് ത്രൂ ഔട്ട് ലൈഫിലും നോട്ടോകോഡ് കാണാൻ പറ്റുന്നത്? യൂറോ കോഡേറ്റ, സെഫലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ, ഹെമികോഡേറ്റ. സെഫലോ കോഡേറ്റയിലാണ് ത്രൂ ഔട്ട് ലൈഫിൽ നോട്ടോകോഡ് ഉള്ളത്. ഇവരുടെ ഹെഡ് ടു ടെയിൽ റീജിയണിൽ നോട്ടോകോഡ് ഉണ്ട്. യൂറോ കോഡേറ്റയിലാവുമ്പോൾ ലാർവയുടെ ടെയിലിൽ മാത്രമാണ് നോട്ടോകോഡ് ഉള്ളത്. ഇനി വെർട്ടിബ്രേറ്റ് എടുക്കുകയാണെങ്കിലോ ഇവരുടെ എംബ്രിയോണിക് ലൈഫിൽ മാത്രമാണ് എന്തുള്ളത്? നോട്ടോകോഡ് കാണാൻ പറ്റുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ലാർവ ഓഫ് യൂറോ കോഡേറ്റ പൊസസ്. യൂറോ കോഡേറ്റയുടെ ലാർവയ്ക്ക് എന്താണുള്ളത്? ഓപ്ഷൻ ബി ആണ്, കാരണം അവരുടെ ടെയിലിൽ നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് ഇൻ ദെയർ ടെയിൽ, അതാണ് യൂറോ കോഡേറ്റയുടെ പ്രത്യേകത.
Fourth question. All vertebrates are chordates, but all chordates are not vertebrates because എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം എന്താണ്? വെർട്ടിബ്രേറ്റ്സിന് വെർട്ടിബ്രൽ കോളം ഉണ്ട്. എല്ലാ കോഡേറ്റ്സിനും വെർട്ടിബ്രൽ കോളം ഉണ്ടോ? ഇല്ല. യൂറോ കോഡേറ്റയ്ക്കും സെഫലോ കോഡേറ്റയ്ക്കും നോട്ടോ കോഡാണുള്ളത്. അത് യൂറോ കോഡേറ്റയിൽ ലാർവൽ സ്റ്റേജിൽ മാത്രമാണുള്ളത്. സെഫലോ കോഡേറ്റയിൽ ത്രൂ ഔട്ട് ലൈഫിൽ കാണാൻ പറ്റുന്നു. പക്ഷേ വെർട്ടിബ്രേറ്റ്സിൽ എംബ്രിയോണിക് ലൈഫിൽ കാണപ്പെടുന്ന നോട്ടോ കോഡ് പിന്നീട് ഒരു ബോണി വെർട്ടിബ്രൽ കോളമായിട്ടോ അല്ലെങ്കിൽ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളമായിട്ടോ മാറുന്നു. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഒരു ഓർഗാനിസത്തിനെയും അതിൻ്റെ ഗ്രൂപ്പിനെയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? സാൽപ്പ സെഫലോകോഡേറ്റ. ഇത് തെറ്റാണ്. സാൽപ്പ എന്ന് പറയുന്നത് യൂറോ കോഡേറ്റയിലെ മെമ്പറാണ്. ആംഫിയോക്സസ് വെർട്ടിബ്രേറ്റ. ആംഫിയോക്സസ് സെഫലോകോഡേറ്റയിലെ മെമ്പറാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും റോങ് ആണ്. അസിഡിയ യൂറോ കോഡേറ്റ. ഇത് കറക്റ്റാണ്. അസിഡിയയും സാൽപ്പയൊക്കെ യൂറോ കോഡേറ്റയിലെ മെമ്പേഴ്സാണ്. മിക്സിൻ എന്ന് പറയുന്നത് ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഇത് വെർട്ടിബ്രേറ്റയിലെ മെമ്പറാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് അസിഡിയ യൂറോ കോഡേറ്റയാണ്. ഇപ്പോൾ ഫൈലം കോഡേറ്റയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഫൈലം കോഡേറ്റയെ പറ്റിയിട്ട് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി ഇത് നമ്മൾ ഉൾപ്പെടുന്ന ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടുന്ന ഒരു ഫൈലം ആയതുകൊണ്ട് തന്നെ ആ ഫൈലത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്കറിയാം ഒരു ഫൈലം ഉണ്ടാകുന്നത് ഒരുപാട് ക്ലാസ്സസ് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈലം കോഡേറ്റയിലെ ക്ലാസ്സസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സസിൽ അങ്ങനെ ഓരോ ക്ലാസ്സിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്, ഈ ഫൈലത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സസിനെ പറ്റി. സോ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.